ഞാൻ ഒലവക്കൊട്ടുനിന്ന് നേരെ പാലക്കാട് മുമ്പിൽ കൂട്ടുകാർക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ നേരെ കുറച്ച് സ്റ്റേഷനിലൊന്ന് പിടിക്കുകയായിരുന്നു. കൂട്ടുകാർക്ക് നിർത്തിയപ്പോൾ കറക്റ്റ് അമ്പലത്തിന് മുമ്പത്ത് കഴിഞ്ഞു. ഈ കാക്കാൻകുളങ്ങര ഭഗവതി ക്ഷേത്രം. ഏഴുമണി വിളിച്ചിട്ട് വിളി കേട്ടാൽ മതിയായിരുന്നു. പക്ഷെ നല്ല കാലം വന്നു കിട്ടുന്നത്. അതിന് പാർക്കിനോട് ഞാൻ നേരെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ടാണ്. ഹരിത കേരളം എന്ന് പറഞ്ഞു കിട്ടുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഹരിത കേരളം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതുപോലത്തെ കൃഷികളൊന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ സഹജം പാലക്കാട്, അതുപോലെ തന്നെ കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴ ഈ ഭാഗങ്ങളിൽ അധികം കൃഷികളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹരിത കേരളം എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളുടെ നാട്ടിലത്തെ പോലീസുകാരുടെ ക്യാമ്പ്, മിലിറ്ററി ക്യാമ്പ്, പോലീസ് ക്യാമ്പ്, കുട്ടിക്കുളങ്ങര എന്ന് പറയും. കുട്ടിക്കുളങ്ങരത്തെ ക്യാമ്പാണിത് കാണുന്നത്. ഇവിടെയാണ് പോലീസുകാരുടെ ട്രെയിനിങ് സെൻറ്റർ. അങ്ങനെ അവിടെ നിന്ന് വള്ളിക്കോട്ടേക്ക് പോകുന്ന വഴി നേരെ വെച്ച് പിടിപ്പിക്കേണ്ട ഡ്രൈവർ മുണ്ടൂർക്ക് 10:10 നിർത്ത് അടച്ചു പോകും. അതാ പോകുന്ന വണ്ടി. പിന്നെയും 10:10. മുണ്ടൂര് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെറിയ സംശയമുണ്ട്. തൃശ്ശൂരത്തെ മുണ്ടൂര് മറ്റേയാണ്. തൃശ്ശൂരത്തെ മുണ്ടൂര്, പാലക്കാട് മുണ്ടൂര് കുമ്മാട്ടി എന്നൊക്കെ പറയും. അപ്പം മുണ്ടൂര് കുമ്മാട്ടി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുന്നത് കുമ്മാട്ടി, അതുകൊണ്ട് മുണ്ടൂരും അറിയപ്പെടും. ചിലർക്കൊരു സംശയമുണ്ട്, തൃശ്ശൂരിലത്തെ മുണ്ടൂര് മറ്റേണോ? അല്ല, പാലക്കാട്ട് മുണ്ടൂർ. ഇത് ഞാൻ പഠിച്ച സ്കൂളിലേക്ക് പോകുമ്പോൾ അടുത്തൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേനുണ്ട് എന്താ നെല്ല് കൃഷിയുടെ കൂടുതൽ നിൽക്കുന്നതാണ്. അത്യാവശ്യം കൃഷികളൊക്കെ കമ്മിയാണ്. നമ്മുടെ കേരളമൊക്കെ പോയി കൃഷി. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് കൃഷിയിലൊക്കെ, പിന്നെ ത്രിപുര, ആസാം, ഇവരൊക്കെയാണ് നെൽശാലകൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ വണ്ടി വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുട്ടിക്കുളങ്ങര സീനായി എത്തി. ഇവിടത്തേക്ക് റോഡിൻ്റെ അവസ്ഥയുണ്ട്. വികസിപ്പിച്ചു കൊടുത്തു കേരളം. ഇതൊക്കെ നാഷണൽ ഹൈവേ ഉണ്ടാകും. ഇവിടത്തേക്ക് റോഡിൻ്റെ കോലം കിട്ടും. ഈ റോഡിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല കട്ടറിൽ ചാടി നമ്മുടെ മുതുകിൻ്റെ ഒക്കെ ഇടുപ്പ് ബെൻഡാവും ചിലപ്പോൾ. അത്യാവശ്യം ലോറികളൊക്കെ കുറിച്ച് നിർത്തിയിട്ടുണ്ട് സൈഡിൽ കൂടെ, ഇവിടത്തെ കൂടെ. എന്തിനാന്ന് പറഞ്ഞൂടെ കണ്ട ലോറികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു. എനിക്കും ടാറിങ്ങിനുള്ള ലോറി ചെയ്യണമെന്ന് ചെറിയ സംശയമുണ്ട്. അങ്ങനെ ടാറിറക്കാൻ വേണ്ടി വന്നിരിക്കും. അങ്ങനെ പാലക്കാട് മുണ്ടൂർക്ക് എത്തിയിട്ടാണ്. ആണ് മുണ്ടൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ പോകുമ്പോൾ കാണുന്ന ജംഗ്ഷനാണ് മുണ്ടൂർ എന്ന് പറയുന്നത്. പണ്ട് മുണ്ടൂർ ഇങ്ങനെയൊന്നും അറിയില്ല. ഇതുപോലത്തെ വിസ്തീർണമുള്ള റോഡുകളൊന്നും സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ 2-3 വർഷത്തിനിടയ്ക്ക് ചെയ്ത് തീർത്ത് തോന്നുന്നു. ഇനിയുണ്ട് അറ്റകുറ്റ പണിയെടുക്കും. അങ്ങനെ മുണ്ടൂരിപ്പോൾ ഇതാണ് മുണ്ടൂരത്തിപ്പോൾ ബസ് സ്റ്റോപ്പ് മറ്റേ ഇതിന് മണ്ണാർക്കാട് റോഡിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ പഠിക്കാൻ ബസ് സ്റ്റോപ്പ്. ഇതാണ് പാലക്കാടത്തെ മെയിൻ സിറ്റി എന്ന് പറയും. നമ്മുടെ പാലക്കാട് മുണ്ടൂർ. ഇതാണ് മുണ്ടൂർ ജംഗ്ഷൻ. ഇവിടെയാണ് കുമ്മാട്ടി നടക്കുന്നത്. മുണ്ടൂർ കുമ്മാട്ടി എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഈ സെൻറ്ററിലാണ് എല്ലാ കാളകളും വേലകളും വന്ന് ഒന്നിച്ച് ചേർന്നിട്ട് പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകണം. അങ്ങനെ ആ റൂട്ട് അങ്ങനെ പോയി നോക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇങ്ങനെ പകർത്തിയൊരു ദൃശ്യങ്ങൾ നമ്മുടെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ നല്ല വീഡിയോ എടുക്കാൻ സാധിക്കുന്നത്.